അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങളുടെ അടുത്ത് ഒരു ഗ്ലാസ് അരിയുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ നല്ല ഹലാലായ ആഗ്രഹങ്ങളും നിറവേറ്റിയെടുക്കാം. മാത്രമല്ല, ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഇൻഷാ അല്ലാ ഉറപ്പാണ് നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ആർക്കും ദാരിദ്ര്യമുണ്ടാകില്ല, പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യമുണ്ടാകും. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സമ്പത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മിലേക്ക് ആഗതമാകുന്നത് പരിശുദ്ധമായ അറഫാ രാവാണ്. ഈ അറഫാ രാവിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇന്ന് അറഫാ രാവിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മറക്കാതെ നാളെ അറഫാ ദിവസമാണ്. അറഫാ ദിവസം അറഫയുടെ പകലിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യം ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ അറഫാ രാവിൻ്റെയും അറഫാ ദിനത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അത് വീട്ടാനുള്ള മാർഗം കാണിച്ചു കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ശിഫ നൽകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ടും സാമ്പത്തിക പ്രയാസങ്ങളെ തൊട്ടും മറ്റു എല്ലാ അപകടങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവർക്കും നമുക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെയും ഈ പരിശുദ്ധമായ അറഫാ രാവിൻ്റെയും അറഫാ ദിനത്തിൻ്റെയും എല്ലാ ഹൈറാത്തുകളും പോരിശകളും നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ 8. ഇന്നൊക്കെയും ഒരുപാട് ആളുകൾ നോമ്പ് നോറ്റവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്നൊക്കെയും നോമ്പ് നോറ്റവർക്ക് ലഭിക്കുന്ന പ്രതിഫലം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. അല്ലാഹു അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതായത് മറച്ചു വെച്ചിരിക്കുകയാണ്. അത്രത്തോളം പ്രതിഫലമാണ് ഇന്ന് നോമ്പ് നോറ്റവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മിലേക്ക് കയറി വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അറഫയുടെ പൂരിശയാക്കപ്പെട്ട രാവാണ്, അറഫാ രാവാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അപാരമായൊരു നിഅമത്താണ് ഈ അറഫാ രാവ്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുകയാണ്, ഒരു വർഷത്തിലെ ഏറ്റവും അഫ്ളലായ ദിവസം, അഫ്ളലായ രാവ് പരിശുദ്ധമായ അറഫാ ദിവസമാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അറഫയുടെ രാപ്പകലിന് എത്രത്തോളം പവറുണ്ടെന്നറിയുമോ? 10,000 ദിവസത്തിനേക്കാൾ പവറാണ് അല്ലാഹു സുബ്ഹാനഹു തആല അറഫയുടെ രാപ്പകലിന് നൽകിയിട്ടുള്ളത്. ഇത്രയധികം പോരിശയാക്കപ്പെട്ട ഈ അറഫാ രാവിനെ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന നമ്മൾ പ്രിയപ്പെട്ടവരെ മറക്കാതെ ഇന്നത്തെ രാവിൽ നിങ്ങൾ ധാരാളം ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണം. ദിക്ർ ചൊല്ലുന്നത്, പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിറവേറ്റി തരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു രാവാണ് ഇത്. ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ ഇന്നത്തെ രാവ് തന്നെ മതിയാകും. അതായത് ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മിലേക്ക് കടന്നു വരുന്ന അറഫാ രാവ് നമ്മളൊന്ന് ഹയാത്താക്കിയാൽ, ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയാൽ നമുക്ക് സ്വർഗം ഉറപ്പാണ്. ഇത് ഞാൻ പറയുകയല്ല, മുത്തുനബി പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് ഹയാത്താക്കുക? നമ്മിലേക്ക് കടന്നു വരുന്ന ഇന്നത്തെ രാവിലെ മഗ്‌രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, അതുപോലെ സുബ്ഹി നിസ്കാരം, ഈ 3 നിസ്കാരവും നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിച്ചാൽ തന്നെ ഇൻഷാ അല്ലാ നമുക്ക് ഇന്നത്തെ ഈ രാവ് ഹയാത്താക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇന്നത്തെ രാവിൽ നമ്മൾ ധാരാളം ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം.
ചുരുങ്ങിയ രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ രാവിലെ ഈ പറഞ്ഞ 3 നിസ്കാരവും നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നമുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം ലഭിക്കാൻ അത് കാരണമാകും. പ്രിയപ്പെട്ടവരെ, പലർക്കും ഒരു സംശയമുണ്ടാകും, എന്താണ് ഈ അറഫ? അറഫ എന്ന പേര് വരാൻ കാരണം എന്താണ്? ഇതൊക്കെയും പലർക്കുമുള്ളൊരു സംശയമാണ്. അറഫ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചു, തിരിച്ചറിഞ്ഞു എന്നാണ്. അറഫ എന്ന പേര് വരാൻ ഒരുപാട് കാരണങ്ങൾ മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട കാരണം ഇതാണ്: ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ഉമ്മയും ഒരുമിച്ച സ്ഥലം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറക്കിയ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അത് ശ്രീലങ്കയാണ്. ഈ ശ്രീലങ്ക എന്ന ഈ രാജ്യം ആദ്യം ഇന്ത്യയിലായിരുന്നു, ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളായ ഇന്ത്യക്കാർക്കൊക്കെ അഭിമാനമാണ്. കാരണം നമ്മുടെയൊക്കെ ഉപ്പാപ്പ ആദ്യ മനുഷ്യൻ കാലുകുത്തിയത് നമ്മുടെ രാജ്യത്താണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഹവ്വാ ഉമ്മയെ ഈ ഭൂമിയിലേക്ക് ഇറക്കിയത് അത് ജിദ്ദ എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്താണ്. അതായത് നമ്മുടെ ഉമ്മയുടെയൊക്കെ അവസാന തലമുറ ഹവ്വാ ഉമ്മയിലാണ് അവസാനിക്കുന്നത്. ഹവ്വാ ഉമ്മയാണ് സ്ത്രീകളിൽ ആദ്യമായി ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചത്. ഹവ്വാ ഉമ്മയെ അല്ലാഹു സുബ്ഹാനഹു തആല ജിദ്ദ എന്ന സ്ഥലത്താണ് ഇറക്കിയത്. ജിദ്ദ എന്നല്ല, ജദ്ദത്ത് എന്നാണ് ശരിക്കും അവിടത്തേക്ക് പേര്. അത് പിന്നീട് ജിദ്ദ എന്നായതാണ്. ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഗ്രാൻഡ് മദർ, വലിയുമ്മ എന്നൊക്കെയാണ് പേര് വരുന്നത്. അതുകൊണ്ടാണ് ഇന്നും ആ പുണ്യഭൂമിക്ക് ജിദ്ദ എന്ന ആ പേരുള്ളത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല ശ്രീലങ്കയിലെ സിലോൺ എന്ന പർവ്വതത്തിലും തൻ്റെ പ്രിയതമയായ ഭാര്യയെ ഹവ്വാ ഉമ്മയെ അല്ലാഹു സുബ്ഹാനഹു തആല ജിദ്ദയിലുമാണ് ഇറക്കിയത്. എന്നാൽ ഇവർ പരസ്പരം കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ 400 വർഷം വരെ എടുത്തു. 400 വർഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയതമയായ ഹവ്വാ ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് തിരഞ്ഞു നടന്നു. ഈ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരച്ചിൽ നടത്തുകയാണ്. അങ്ങനെ 400 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയപ്പെടുന്ന ഈ അറഫ എന്ന ഈ പുണ്യഭൂമി ഉണ്ടല്ലോ, ഈ പുണ്യഭൂമിയിൽ വെച്ചാണ് അവസാനം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യയായ ഹവ്വാ ഉമ്മയെ കണ്ടുമുട്ടിയത്. അതുകൊണ്ടാണ് അറഫ എന്ന ആ പേര് അവിടെ വന്നത് എന്ന് ഉലമാക്കൾ പറയപ്പെടുന്നു. ഇങ്ങനെയാണ് അറഫ എന്ന പേര് വന്നത്. എന്നാൽ പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും ഈ ഒരു കാരണം കൊണ്ടാണ് അറഫ എന്ന ആ പേര് ആ ഭൂമിക്ക് വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അറഫ ഭൂമിയുണ്ടല്ലോ, വലിയ മഹത്വമുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ഒരു ഭൂമിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ദീൻ പൂർണ്ണമായി നബിയെ എന്ന് പറഞ്ഞുള്ള ആയത്ത് ഇറക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തിയങ്ങളും ഈ അറഫ ഭൂമിയിൽ നിൽക്കുമ്പോഴാണ്. മാത്രമല്ല, ലോകാത്ഭുതകരമായ ഹജ്ജത്തുൽ വദാഇൻ്റെ പ്രഭാഷണം നടന്നതും ഈ പരിശുദ്ധമായ അറഫ ഭൂമിയിൽ വെച്ചാണ്. ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അമ്പിയാക്കൾ പോലും, അതായത് ഇല്യാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമെല്ലാം ഒരുമിച്ച് കൂടിയ ഒരു സ്ഥലമാണ് ഈ പരിശുദ്ധമായ അറഫ ഭൂമി. മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ടവരെ, അറഫ ദിവസത്തിൻ്റെ അന്ന് കരയുന്നത് പോലെ ഇബ്ലീസ് മറ്റൊരു ദിവസവും കരയില്ല. അറഫ ദിവസത്തിൻ്റെ അന്ന്, അറഫ രാവിൻ്റെ അന്നൊക്കെ ഇബ്ലീസ് പൊട്ടിക്കരയുന്ന ഒരു ദിവസമാണ്. ഇബ്ലീസ് ബേജാറായി ശരീരമാകെ തകർന്നു പോകുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ദുൽഹിജ്ജ 9, അതായത് പരിശുദ്ധമായ അറഫ ദിവസമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ഒരു ദിവസമാണ് പരിശുദ്ധമായ അറഫ ദിവസം. ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ പറയാനുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇനി അറഫ രാവിൻ്റെ എല്ലാ മഹത്വങ്ങളും എല്ലാ പോരിശയും നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ എന്തൊക്കെ ഇബാദത്തുകളാണ് ചെയ്യേണ്ടത് അതൊന്ന് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു തരാം. കാരണം അറഫ രാവ് നമ്മൾ ഹയാത്താക്കി കഴിഞ്ഞാൽ, ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം ലഭിക്കും. അതുകൊണ്ട് ഇന്നത്തെ രാവിൽ നിങ്ങൾ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക, ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. കഴിയുന്ന പരമാവധി ഇന്നത്തെ രാവിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നാൽ തന്നെ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് ഇന്നത്തെ രാവ് നമുക്ക് ഹയാത്തായി കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ അറഫ രാവ് മുഴുവൻ ഇബാദത്തിൽ ധന്യമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ഇന്നത്തെ മഗ്രിബ്, ഇശാ, അതുപോലെ സുബ്ഹി ഈ 3 നിസ്കാരം നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുക. എന്നാൽ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ അറഫ രാവ് ഹയാത്തായി കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമാകും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ അറഫ രാവുണ്ടല്ലോ, അതുപോലെ അറഫ ദിനം ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് ഉറപ്പുള്ള ഒരു സമയമുണ്ടെങ്കിൽ അത് അറഫ രാവ്, അറഫ ദിവസവുമാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാവിൽ നമുക്കൊക്കെ എന്തെല്ലാം പ്രയാസങ്ങളാണുള്ളത്, എന്തെല്ലാം ആഗ്രഹങ്ങളാണുള്ളത് നിറവേറി കിട്ടാൻ, അതൊക്കെയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാൻ ഇന്നത്തെ രാവിൽ നിങ്ങൾ മറക്കാതെ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ വിവാഹം ശരിയാകാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട്, സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ എത്രയോ കാലമായി പൈസ സ്വരൂപിച്ച് വെക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂവണിയാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ അറഫ രാവിൽ നിങ്ങൾ ദുആ ചെയ്യാൻ മറക്കല്ലേ. നിർബന്ധമായിട്ടും നിങ്ങൾ ഈ അറഫ രാവിൽ ധാരാളം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണം. അതുപോലെ തന്നെ അറഫ ദിവസവും നിങ്ങൾ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകൾ എന്താണോ ചോദിക്കുന്നത് അതവർക്ക് ഹൈറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നൽകാൻ കാത്ത് നിൽക്കുന്ന ഒരു രാവും ദിവസവുമാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്തിൻ്റെ വാതിലുകൾ 9 പ്രാവശ്യം തുറക്കപ്പെടുന്ന ഒരു രാവാണ് അറഫ രാവ്. അല്ലാഹു സുബ്ഹാനഹു തആല 9 പ്രാവശ്യം ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നത് എന്തിനാണെന്നറിയുമോ? നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യാൻ, അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സമയമാണ്, നല്ല ഒരു രാവാണ് ഈ പരിശുദ്ധമായ അറഫ രാവ്. ഒരു മിനിറ്റ് പോലും നിങ്ങൾ മിസ്സാക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാവിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പറയേണ്ട, നിർബന്ധമായിട്ടും ചൊല്ലേണ്ട ഒരു ദുആയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദുആ നിങ്ങൾ ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യമെങ്കിലും പറയുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്? അല്ലാഹുവേ, എനിക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് നൽകണം, നിൻ്റെ മാപ്പ് നൽകണം. ഈ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, നിങ്ങൾ അറഫ രാവിൻ്റെ അന്ന് പറഞ്ഞാൽ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ രക്ഷപ്പെട്ടു. ഈ ഒരു പ്രാർത്ഥന പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇഹലോകത്തും വിജയിക്കും. നിങ്ങളുടെ ഈ ലോകം നന്നാകും, നിങ്ങളുടെ മരണം നന്നാകും, ഖബർ നന്നാകും. മാത്രമല്ല പരലോകത്തിൽ നിങ്ങൾ വിജയിക്കും, പരലോകം നന്നാകും. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, രോഗങ്ങളുള്ളവരുടെ രോഗങ്ങൾ മാറിക്കിട്ടും, സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടും, കടങ്ങൾ വീടിക്കിട്ടും, മറ്റു എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരും. ചുരുക്കി പറഞ്ഞാൽ ഇഹലോകത്തും നിങ്ങൾക്ക് വിജയമുണ്ടാകും. ഈ ഒരു പ്രാർത്ഥന പരിശുദ്ധമായ അറഫ രാവിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മറക്കരുതേ, ആരും മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ.
ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ അറഫ രാവിൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. ഒരു ഗ്ലാസ് അരിയുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണം വരെ നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല, സമ്പത്തിൽ ബർക്കത്തുണ്ടാകും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. കടത്തിൽ കൂപ്പുകുത്തി നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്, മലയോളം കടമുള്ള ആളുകളുണ്ട്. എന്നാൽ അതൊക്കെയും നിങ്ങൾക്ക് വീടിക്കിട്ടും. ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ 7 അയലത്ത് പോലും വരില്ല. മാത്രമല്ല രോഗങ്ങൾ മാറിക്കിട്ടാൻ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്, അത് ശിഫയായി കിട്ടാൻ. അതോടൊപ്പം പിന്നീട് മാരകമായ രോഗങ്ങളൊന്നും നിങ്ങൾക്ക് പിടിപെടാതിരിക്കാനും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് അരിയെടുക്കുക. ഒരു ഗ്ലാസ് അരിയെടുത്ത് അതിലേക്ക് നിങ്ങൾ അസ്മാഉൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമായ യാ അനിയ്യു യാ അല്ലാ, യാ അനിയ്യു യാ അല്ലാ, യാ അനിയ്യു യാ അല്ലാ, ഈ ഇസ്മ നിങ്ങൾ 111 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഈ അരിയിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതുക. രണ്ടാമതായി നിങ്ങൾ ചൊല്ലേണ്ടത് യാ മുഅനി യാ അല്ലാ, യാ മുഅനി യാ അല്ലാ എന്ന ഈ ഇസ്മ നിങ്ങൾ 112 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് ആ അരിയിലേക്ക് മന്ത്രിക്കുക. ഇനി നിങ്ങൾ ചൊല്ലേണ്ടത് യാ ബാസിത്തു യാ അല്ലാ, യാ ബാസിത്തു യാ അല്ലാ എന്ന ഈ ഇസ്മ നിങ്ങൾ 113 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ആ ഒരു ഗ്ലാസ് അരിയിലേക്ക് മന്ത്രിക്കുക. അപ്പോൾ 111, 112, 113 യാ അനിയു, യാ മുഅനി, യാ ബാസിത്ത്, ഈ 3 ഇസ്മ നിങ്ങൾ ഈ പറഞ്ഞ എണ്ണം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ ഗ്ലാസ് അരിയിലേക്ക് മന്ത്രിക്കുക. ഇനി നാലാമതായി നിങ്ങൾ ചൊല്ലേണ്ട ഇസ്മാണ് യാ മാലിക്കൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക് യാ അല്ലാ. ഈ ഒരു ഇസ്മ നിങ്ങൾ 114 പ്രാവശ്യം ചൊല്ലി മന്ത്രിക്കുക. ഇനി അഞ്ചാമതായി ചൊല്ലേണ്ടത് യാദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാ. ഈ ഒരു ഇസ്മ നിങ്ങൾ 115 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് മന്ത്രിക്കുക. എന്നതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കൗസർ, ഈ സൂറത്ത് നിങ്ങൾ 7 പ്രാവശ്യം ഓതിക്കൊണ്ട് ഈ ഗ്ലാസ് അരിയിലേക്ക് മന്ത്രിക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ ഖുറൈശ് ഈ സൂറത്തും നിങ്ങൾ 7 പ്രാവശ്യം ഓതുക. എന്നിട്ട് ഈ ഗ്ലാസ് അരിയിലേക്ക് മന്ത്രിക്കുക. ഇനി അവസാനമായി നിങ്ങൾ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത് ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ഈ 2 ആയത്ത് നിങ്ങൾ 3 പ്രാവശ്യം ഓതിക്കൊണ്ട് ഈ അരിയിലേക്ക് മന്ത്രിക്കുക. എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ അരി സൂക്ഷിച്ചു വെച്ച സഞ്ചി ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ചാക്ക്, അല്ലെങ്കിൽ പാത്രം, അതിലേക്ക് നിങ്ങൾ ഈ മന്ത്രിച്ച ഈ ഒരു ഗ്ലാസ് അരിയുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ആ അരിയിൽ നിന്നും, ആ മിക്സ് ചെയ്ത അരിയിൽ നിന്നും എടുത്ത് നിങ്ങൾ ഭക്ഷണം തയ്യാറാക്കുക. എന്നിട്ട് നിങ്ങൾ ആ വീട്ടിലുള്ള എല്ലാവരും ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവർക്കൊന്നും പിന്നീട് കടബാധ്യതയുണ്ടാകില്ല. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീടി കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് സാമ്പത്തിക ഐശ്വര്യമുണ്ടാകും. മരണം വരെ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല. അതോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ രോഗങ്ങൾ ഉണ്ടാകില്ല. മാരകമായ രോഗങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ പരീക്ഷിക്കില്ല. ഇനി രോഗങ്ങൾ ഉള്ളവർ ഉണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ അതിനുള്ള ശിഫ അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. രോഗങ്ങൾ മാറിക്കിട്ടും. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ ദുആക്ക് ഇജാബത്തുണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മ, ഉപ്പ, പെങ്ങന്മാർ ആരൊക്കെയുണ്ടോ അവരൊക്കെയും ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ പിന്നീട് ഒരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാകില്ല. എപ്പോഴും സമാധാനവും സന്തോഷവും കുടുംബത്തിൽ ഐക്യവും നിങ്ങളുടെ കുടുംബത്തിൽ ബർക്കത്തും ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ഈസി ആയിട്ടുള്ള ഈ കാര്യം നിങ്ങൾ ഈ പരിശുദ്ധമായ
അറഫ രാവിൽ അല്ലെങ്കിൽ അറഫ ദിവസം ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനിയൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ മന്ത്രിച്ച് സൂക്ഷിച്ചു വെച്ച ഈ അരിപ്പാത്രമുണ്ടല്ലോ, അതിൽ അരി തീരുന്തോറും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അതിൽ കൊണ്ടുവന്ന് ഇടുക. എന്നാൽ നിങ്ങൾക്ക് ആ കൊണ്ടുവന്ന് ഇടുന്ന ആ അരിയിലും നിങ്ങൾ മന്ത്രിച്ച ഇതിൻ്റെ എല്ലാ ഫലങ്ങളും ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര കാലത്തോളം ആ പാത്രത്തിൽ അരി കൊണ്ടുവന്ന് ഇടുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. അള്ളാഹു സുബ്ഹാനഹു തആല ഈ കാര്യം നമുക്കെല്ലാവർക്കും ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ വീട്ടിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടി തരട്ടെ. ദാരിദ്ര്യം മരണം വരെ അള്ളാഹു സുബ്ഹാനഹു തആല നൽകാതിരിക്കട്ടെ. ഈ ലോകത്തും അള്ളാഹു വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം.